നമസ്കാരം. ഇനിയൊരു മഹാകവി പിറക്കുമോ എന്നതാണ് ഈ സെഷൻ ഉയർത്തുന്ന ചോദ്യം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അനുവദിക്കപ്പെട്ട സമയമായ 1 മണിക്കൂറിനപ്പുറത്തും നിരവധി ചർച്ചകൾക്ക് സാധ്യത തുറന്നിടുന്ന ഒരു ചോദ്യമാണ് ഇത്. ഇനിയൊരു മഹാകവി പിറക്കുമോ? അതോടൊപ്പം അനേകം ഉപചോദ്യങ്ങൾ കൂടി ഈ വിഷയത്തെ അധികരിച്ച് ഉയരുന്നുണ്ട്. കാരണം ഒന്ന്, ഇങ്ങനെയൊരു ചോദ്യം ഉയരാനിടയാകുന്ന ഒരു പശ്ചാത്തലം എന്ത്? കവിതയിൽ, മലയാള കവിതയിൽ ഇനിയൊരു മഹാകവി പിറക്കുമോ എന്നൊരു ആശങ്ക ഉയരാൻ ഇടയായ സാഹചര്യം എന്ത്? വർത്തമാനകാല സാഹചര്യം എന്ത് കവിതയിൽ? അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഗതി ആരാണ് മഹാകവി എന്നുള്ളതാണ്. ആരാണ് മഹാകവി? കവിതയുടെ രീതിശാസ്ത്രങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ച് മഹാകാവ്യം എഴുതുന്നയാൾ മാത്രമോ മഹാകവി? അതോ മഹത്തായ കവിതകൾ സൃഷ്ടിച്ച ആളോ മഹാകവി? ഇപ്പോൾ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ധാരാളം കവിതകൾ എഴുതിയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ മഹാകവി എന്ന് പറയാറില്ല. അദ്ദേഹം മലയാളം ലോകത്തിന് സമ്മാനിച്ച മഹാഗുരുവാണ്. അദ്ദേഹത്തെ മഹാകവി എന്ന് വാഴ്ത്തിക്കണ്ടിട്ടില്ല. അതേസമയം കുമാരനാശാൻ മഹാകവിയുമാണ്. അപ്പോൾ ആരാണ് മഹാകവി? ഏത് മഹാകവിയാണ് ഇനി പിറക്കേണ്ടത്? അങ്ങനെ ഒരു മഹാകവി പിറക്കുമോ? ആ ചോദ്യത്തിനുള്ള മറുപടി പറയാൻ കവികൾ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. മഹാകവികളെന്ന് വാഴ്ത്തപ്പെടാത്ത മലയാളത്തിലെ കവികൾ ശ്രീ റഫീഖ് അഹമ്മദ്, റഫീഖ, ശ്രീമതി അനിത തമ്പി, രാമൻ മാഷ്. ഒപ്പം നിങ്ങൾക്കും ഈ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് അവസാന 10 മിനിറ്റിൽ സംസാരിക്കാം. ഞാൻ ആദ്യം റഫീഖ് അഹമ്മദിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. റഫീഖ, ഇനിയൊരു മഹാകവി പിറക്കുമോ എന്ന് ഒരു ചോദ്യം ഉയരുമ്പോൾ ഏത് മഹാകവിയെയാണ് നാം അതിൽ അടയാളപ്പെടുത്തേണ്ടത്? എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യം സത്യത്തിൽ ആദ്യം കേൾക്കുന്ന ആരും ഒന്ന് ചിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്തരം ഒരു ചോദ്യത്തിൻ്റെ അതിൽ വേറെ കുറേ സൂചിപ്പിച്ചതുപോലെ വേറെ കുറേ തലങ്ങളുണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രകടമായ രീതിയിൽ അത്തരം ഒരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം ഈ മഹാകവി എന്ന് പറയുന്നൊരു സംഗതി നമുക്കറിയാം. അത് പിന്നെ മഹാകാവ്യങ്ങൾ എഴുതിയവരെ അതിന് സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തികഞ്ഞ രീതിയിലുള്ള മഹാകാവ്യങ്ങൾ എഴുതിയവരെ അവർക്ക് കൊടുത്തിരുന്ന ഒരു ടൈറ്റിലാണ് മഹാകവി എന്നുള്ളത്. പക്ഷെ അവർ എഴുതിയിരുന്ന സംഗതികളിൽ കവിത ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ മതി. കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നായകനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, യുദ്ധം, മറ്റേ വിരഹം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം വരുന്ന തരത്തിലുള്ള കാവ്യങ്ങൾ എഴുതുന്ന ആളെയാണ് മഹാകവി എന്ന് പണ്ട് വിളിച്ചിരുന്നത്. പിന്നീട് അത് മാറിയിട്ട് പിന്നെ മഹാകാവ്യങ്ങളില്ലാതായിപ്പോയി. മഹാകാവ്യങ്ങളുടെ കവിതയുടെ തന്നെ രൂപഭാവങ്ങൾ മാറി. പിന്നെ കവികളെ മാത്രമാണ് ഈ മഹാകവി എന്ന് വിളിക്കുന്നത്. സാധാരണ ഇതിലൊരു പ്രായം കഴിഞ്ഞാൽ വിളിക്കുന്നുള്ളതാണ്. രാമനൊക്കെ ഇപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചില ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, മുടിയൊക്കെ നരപ്പിച്ച് നടക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ വേറെ ഒരു കാര്യത്തിൽ ഇപ്പോൾ നോവലുകൾ എഴുതുന്ന ആളുകൾ, ചെറുകഥ എഴുതുന്നവർ, നാടകം എഴുതുന്നവർ, അങ്ങനെ സാഹിത്യത്തിൻ്റെ മറ്റ് മേഖലകളിലുള്ള ആളുകളൊന്നും തന്നെ ഇങ്ങനൊരു മഹാ ചേർത്ത് പറയാറില്ല. വാസ്തവത്തിൽ ആധുനിക കാലത്തെ മഹാകാവ്യങ്ങൾ നോവലുകളാണ്. മഹാകാവ്യങ്ങളുടെ രൂപം മാറിയിട്ട് നോവലുകളാണ് വാസ്തവത്തിൽ ആധുനിക കാലത്തെ മഹാകാവ്യങ്ങൾ എന്ന് വിളിക്കാൻ അർഹതയുള്ള ഒരു സംഗതി. പിന്നെ മഹത്തായ കവിത ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ സാധ്യതകളാണ് നമ്മൾ ആരായേണ്ടത്. കാരണം പുതിയ കാലഘട്ടത്തിലെ കവിതകൾ ഏത് തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയൊരു വിവാദത്തിലേക്ക് പോകുന്നൊരു വിഷയമാണത്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ ഞാനൊക്കെ വിശ്വസിച്ചിരുന്നത് കവിത എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മതയുടെ കലയാണെന്നാണ്. ഒരു സൂക്ഷ്മമായിട്ടൊരു കലയാണെന്നുള്ളത് വിചാരിച്ചിരുന്നു. ഭാഷ കൊണ്ട് മറ്റൊരു ഭാഷ ഉണ്ടാക്കുന്ന ഒരു പണിയാണ് എന്നൊക്കെയുള്ള ധാരണകളാണ് എന്നെയൊക്കെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരം ധാരണകളെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള കവിതകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ കവിത എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ പറഞ്ഞാൽ മതി. ഒരു കാര്യം സാധാരണ നമ്മുടെ നടപ്പ് ഭാഷയിൽ അത് വിവരിച്ചാൽ മതി, പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം കവിതകൾ അങ്ങനെ എഴുതപ്പെടുന്നുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് കവിതകൾ വരുന്നുണ്ട്. അത് നല്ലതാണെന്ന് പറയുന്നത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ആന്തരഗൗരവം, കവിത എന്ന് പറയുന്നതിന് ഒരു ആന്തരഗൗരവം നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ കവിത തന്നെ ഒരു തമാശ പോലെ ആയി മാറുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ള കലശായ സംശയമുള്ള ഒരാളാണ് ഞാൻ. പൊതുവെ ഇപ്പോൾ ആളുകളൊക്കെ ഇപ്പോൾ എഴുതുന്നവർ വായിക്കുന്നതിനേക്കാൾ കൂടുതലാവുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ
അത് നമ്മൾ പറയുമ്പോൾ പലപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലത്തെ സ്ഥലത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വെച്ചാൽ നിങ്ങളൊക്കെ എഴുതി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ടുള്ള ഒരു അഹങ്കാരത്തിലാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ പറയാം, അങ്ങനെയല്ല. പക്ഷെ കവിത എന്ന് പറയുന്ന മീഡിയത്തോടുള്ള ഒരു സമീപനം വളരെ ലാഘവത്വം ഉള്ളതും സൂക്ഷ്മതക്കുറവുള്ളതും ഭാഷ എന്ന് പറയുന്ന കാര്യത്തെ പരിഗണിക്കാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നെനിക്ക് സംശയമുണ്ട്. അത്തരം ഒരു ഘട്ടത്തിൽ മഹാകാവ്യം ഉണ്ടാവുമോ എന്നുള്ളതല്ല, നല്ല കവിത ഉണ്ടാവുമോ എന്നുള്ള ഒരു ചിന്തയാണ് അതിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അത്രയാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ശരി. അനുദേശിക്ക് എന്താ തോന്നുന്നത്? ഇപ്പോൾ രണ്ട് കാലങ്ങൾ തമ്മിലുള്ളൊരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് റഫീഖ പറയുന്നു. കാരണം വലിയ നോവലുകൾ ആയിരുന്നു കവിതയുടെ രൂപത്തിൽ അന്ന് വന്നിരുന്നത്. അവയെ നമ്മൾ മഹാകാവ്യങ്ങൾ എന്ന് വിളിച്ചിരുന്നു. ഒരുപക്ഷെ യുദ്ധം, അത്തരം പ്രമേയങ്ങളൊക്കെ അതിൽ വന്നിരുന്നു. പക്ഷേ അതിൽ പലതിലും കവിതയുണ്ടായിരുന്നില്ല എന്നും പറയപ്പെടുന്നു. പക്ഷെ പുതിയ കാലത്തേക്ക് വരുമ്പോൾ കവിതയെ തന്നെ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നു. കവിതയിൽ നിന്ന് സൂക്ഷ്മത നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു കാലത്ത് മഹാകാവ്യങ്ങളല്ല നമുക്ക് വേണ്ടത്, നല്ല കവിതകളാണ് എന്നുള്ള വാദത്തോട് യോജിക്കുന്നുണ്ടോ? അല്ല, മഹാകാവ്യങ്ങൾ നല്ല കവിതകളല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. നല്ല കവിതയുടെ മാനദണ്ഡങ്ങൾ നമുക്ക് വ്യത്യാസമായിട്ട് കാണാം. റഫീഖ് അങ്ങനെ ഉദ്ദേശിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. റഫീഖ് പറഞ്ഞതുപോലെ ഈ വിഷയം കണ്ടപ്പോൾ നമ്മൾ ചിരിച്ചു. പക്ഷെ അതിന് ശേഷം ആ വിഷയത്തിൻ്റെ ഒരു എന്താ, അത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു തമാശയ്ക്കപ്പുറം അതിനകത്തൊരു ചോദ്യം അടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊരു സാമൂഹ്യമായ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം, അതിൽ ഗൗരവമുള്ള ഒരു ചോദ്യം അതിൻ്റെ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം അത് വെച്ചിട്ട് ഈ മഹാകാവ്യം മഹാകവി എന്ന് പറയുന്നത് എന്താണെന്നൊരു ചോദ്യമുണ്ട്. മഹത്തായ എന്ന ഒരു വാക്ക്, അത് നമ്മുടെ മനസ്സിൽ എന്താണ് ആ വാക്ക് കൊണ്ടുവരുന്നത്? വലിപ്പം, അല്ലെങ്കിൽ ശബ്ദധാരാവിൽ പറയുന്ന പോലെ സമൃദ്ധി, തോത്, കനം, ഇങ്ങനെയൊക്കെയുള്ള ഒരു അർത്ഥമാണ് അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു മഹാകവിയും പിറക്കുകയില്ല. മഹാകവിയായി പ്രായേണ പരിഗണിക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പം പല കവികളിൽ നിന്നൊരു മഹാകവി എങ്ങനെയാണ് ഉയർന്ന് വരുന്നത് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊരു 4 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിനെ നിർണ്ണയിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയ ഒരു 4 കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാൻ ശ്രമിക്കാം. ഒന്ന്, കവിതയുടെ മഹിമ അതെന്താണ് എന്ന് നമുക്കറിയാമെങ്കിലും ഞാൻ സൂചിപ്പിക്കാം. പിന്നെ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളും സാമൂഹ്യ സ്ഥാപനങ്ങളും അതിനെ നിർണ്ണയിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാഹിത്യ പാരമ്പര്യം, അഭിരുചികൾ, ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാലമാണ് അത് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ കവിതയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ പല കവികളിൽ ഒരു മഹാകവി ഉണ്ടാകുന്നത് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്, ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന മാനദണ്ഡങ്ങളാണ് തോന്നിയിട്ടുള്ളത്. നിരന്തരമായിട്ട് ഈ ഒരു കലാരൂപം എന്നുള്ള നിലയിൽ കവിതയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക, ഒരു നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ വേദനകളെ, ആധികളെയൊക്കെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുക, പിന്നെ ഒരു ഭാവുകത്വ പരിണാമത്തിന് കാരണമാവുക, പിന്നെ മൂല്യപരമായിട്ട് സത്യം, അല്ലെങ്കിൽ അനുകമ്പ, സ്നേഹം, കരുണ, ഇതുപോലെയൊക്കെയുള്ള മൂല്യങ്ങളെ ഉൾവഹിക്കുന്ന ഒരു കാവ്യദർശനം, ജീവിത ദർശനം ഉണ്ടായിരിക്കുക. ഇതൊക്കെ കൂടെ ചേർന്നിട്ടാണ് കാലക്രമേണ ഒരു മഹാകവിയെ അല്ലെ മഹാകവിതയെ സൃഷ്ടിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ വിസ്തരിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ കവിതയുടെ പശ്ചാത്തലത്തിൽ ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയിലാണ് ഇതുവരെ ഈ മഹാകവികളൊക്കെ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് മഹാകവി എന്നുള്ള ഒരു പ്രയോഗം വന്നതെന്ന് ആലോചിച്ചാൽ, രാജാക്കന്മാർ ആസ്ഥാന കവികൾക്ക് കൊടുത്തിരുന്ന ഒരു പട്ടമാണ് മഹാകവി കാളിദാസൻ എന്നൊക്കെ നമ്മൾ പറയുന്നു. പിന്നെ പഴയ ഇതൊക്കെ എടുത്തു നോക്കിയാൽ കവി ചതുഷ്ടയം എന്ന് പറഞ്ഞ് 4 മഹാകവികളെ, കാളിദാസന്, ഭാരവി, ബാണൻ, ഇവരെയൊക്കെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് ജനങ്ങളത് ഏറ്റെടുത്തു എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അതിനേക്കാളും മുന്നേയുള്ള സംഘകാല കവികളെ അന്ന് ആരും മഹാകവികളെന്ന് പറഞ്ഞിരുന്നില്ല. വചനകവികളെ ആരും മഹാകവികളെന്ന് പറഞ്ഞിരുന്ന, ഭക്തിപ്രസ്ഥാനത്തിൽപ്പെട്ട കവികളെ, അവരൊക്കെ മഹാകവികളാണ്. കബീർ മഹാകവിയാണ്, മീര മഹാകവിയാണ്. അവരെയൊന്നും ആരും അക്കാലത്ത് മഹാകവികളെന്ന് വിളിച്ചിരുന്നില്ല. അപ്പോൾ ഇവരൊക്കെ സാമൂഹ്യ ഇടപെടലായിട്ട് വന്ന കൂട്ടമായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമായിട്ട് വന്ന ശബ്ദങ്ങളൊന്നും മഹാകവികളായില്ല. അതൊരു രാജത്വം എന്ന ഒരു സ്ഥാപനം കൽപ്പിച്ച് നൽകിയ ഒരു പട്ടമായിട്ടാണ് വാസ്തവത്തിൽ അത് ആരംഭിച്ചത്. ഇപ്പം നമുക്ക് തന്നെ ആലോചിച്ചാൽ നമ്മുടെ നാട്ടിലെ മഹാകവികളെ കുറിച്ചിട്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. എനിക്ക് മറ്റ് 2 കാര്യങ്ങളും കൂടെ പറയാനുള്ളത്, ഒന്ന് ഈ പാരമ്പര്യവും രുചിശീലം. നമുക്കൊക്കെ അറിയാവുന്നൊരു ഉദാഹരണം
മേൽപ്പത്തൂർ മഹാകവിയായി ജീവിതകാലത്ത് പരിഗണിക്കപ്പെട്ടു, പൂന്താനം പരിഗണിക്കപ്പെട്ടിരുന്നില്ല. അതിലൊരു സൂചനയുണ്ട്. അതുപോലെ കുഞ്ഞിരാമൻ നായർ നമുക്കറിയാം, ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഭ്രാന്തനായിട്ട് അലഞ്ഞു നടന്ന ഒരു ഭക്തകവി എന്ന് പറഞ്ഞു. മരിച്ച് 30 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വായനക്കാർ കാവ്യാസ്വാദകരെ മഹാകവിയാക്കി. പിന്നെ അതുപോലെ കാലം ആണ് ഇതിനൊക്കെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എപ്പോഴും എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു കവി നമുക്കൊക്കെ അറിയാവുന്നത് ബംഗാളിൽ ടാഗോറിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ജീവനാനന്ദദാസ് എന്ന് പറയുന്ന കവി. ടാഗോർ പോലെ ഒരു മഹാവൃക്ഷത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ടാഗോറിൻ്റെ കാൽപ്പനികതയെ നിന്ന് വിട്ടുമാറി ആധുനികതയുടെ ചുവട് വയ്ക്കാൻ ഈ മനുഷ്യൻ എങ്ങനെ കഴിഞ്ഞു, എഴുതിക്കൊണ്ടേയിരിക്കാൻ ഈ മനുഷ്യൻ എങ്ങനെ കഴിഞ്ഞു? അദ്ദേഹം ഒന്നും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവനാനന്ദദാസിനെ കവിതാലോകം മഹാകവിയായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളാണ് എന്ന് ചുരുക്കി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാമമാഷിലേക്ക് വരുമ്പോൾ കവിത അല്ലെങ്കിൽ ഒരു മഹാകാവ്യം എന്നുള്ളതൊരു സങ്കല്പം മാത്രമാണോ? അത് ഇപ്പോൾ അനിതാ തമ്പി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിച്ചിരിക്കെ പി മഹാകവി ആയിരുന്നില്ല, പക്ഷെ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ മഹാകവി എന്ന് കാലം വാഴ്ത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു കേവലമായിട്ടുള്ള സങ്കല്പങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കവിതയെ മഹാകാവ്യം എന്ന് നമ്മൾ അടയാളപ്പെടുത്തേണ്ടതുണ്ടോ? ഇന്നും ഇപ്പോൾ അത്യാവശ്യം ദൈർഘ്യമുള്ള ചില കവിതകളൊക്കെ സംഭവിക്കുന്നുണ്ട് മലയാള കവിതയിൽ. അതിനൊരു കഥാരൂപമുണ്ട്, അതൊക്കെയുണ്ട്, നമുക്കറിയാം. ചില കവികളെയൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊന്നും മഹാകാവ്യമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. ഇനി മഹാകാവ്യമായി ഇനിയുള്ള കാലം വാഴ്ത്താൻ വേണ്ടിയാണോ അത്തരം കവിതകൾ സൃഷ്ടിക്കുന്നത് എന്നും നമുക്കറിയില്ല. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കവിതയെ മഹാകാവ്യം എന്ന് അടയാളപ്പെടുത്തേണ്ടതുണ്ടോ, അതോ കാലമാണോ ഈ പട്ടം നൽകേണ്ടത്? അന്ന് രാജസദസ്സാണ് അല്ലെങ്കിൽ രാജകീയതയാണ് നൽകിയിരുന്നത് എങ്കിൽ അതൊരു തെറ്റായ ആദരമായിരുന്നുവോ? പിന്നീട് വരുന്ന കാലമാണോ ഒരു കവിയെ മഹാകവിയാക്കി മാറ്റേണ്ടത്? ഗ്രേറ്റ് പോയറ്റ്, ഗ്രേറ്റ് പോയട്രി, ഗ്രേറ്റ് പോയറ്റ് എന്ന അർത്ഥത്തിലാണ് മഹാകവി എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ സാങ്കേതിക അർത്ഥത്തിലുള്ള മഹാകാവ്യം, മഹാകവി എന്നുള്ള സങ്കല്പമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം, കുമാരനാശാൻ ഈ മഹാകവി പട്ടത്തെ പൊളിച്ച ഏതാണ്ട് ഒരു 100 കൊല്ലം മുമ്പ് പൊളിച്ചു. വള്ളത്തോളിൻ്റെ ചിത്രയോഗത്തിന് അദ്ദേഹം എഴുതിയ നിരൂപണത്തിൽ മഹാകാവ്യം എന്നുള്ള ഇനത്തെ ആശാൻ ആക്രമിച്ച് ശരിയാക്കുന്നുണ്ട്. പൊയ്ക്കാലിൽ നിൽക്കുന്ന എടുപ്പ് കുതിര എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അന്നേ 100 കൊല്ലം മുമ്പേ ആശാനെ പോലെ ഒരു കവി പൊളിച്ചു കളഞ്ഞൊരു സങ്കല്പത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോകേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് മഹത്തായ കവിത, ഗ്രേറ്റ് പോയട്രി, ഗ്രേറ്റ് പോയറ്റ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, കവിത എന്ന് പറയുന്ന കാവ്യകലയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, കാവ്യകല ഭാവിയുടെ കലയാണ്. കാവ്യകല എന്നും ഭാവിയുടെ കലയാണ് എന്നാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളൊരു കാര്യം. അത് വർത്തമാനകാലത്തല്ല അതിൻ്റെ ഒരു പ്രവർത്തനം നിൽക്കുന്നത്, ഭാവിയിലാണ്. ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ജീവനാനന്ദദാസിനെ കുറിച്ചും, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എമിലി ഡിക്കിൻസനെ കുറിച്ച് പറയാം. എമിലി ഡിക്കിൻസനെ പോലൊരു കവി 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ജീവിച്ച പ്രശസ്തയായിട്ടുള്ള ഇംഗ്ലീഷ് കവിയാണ്. എമിലി ഡിക്കിൻസൺ ജീവിതകാലത്ത് ആകെ 1-2 കവിതകൾ മാത്രമാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അവർ കവിതകൾ എഴുതി അവരുടെ പെട്ടിക്കകത്ത് വയ്ക്കുകയും അവരുടെ മരണശേഷം അത് സുഹൃത്തുക്കൾ ആ പെട്ടി തുറന്ന് ചുരുളുകളിൽ എഴുതി വെച്ച കവിതകൾ പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ അവർ ജീവിച്ചിരുന്ന കാലത്ത് എമിലി ഡിക്കിൻസൺ ഒരു കവിയായിട്ട് പോലും അറിയപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇന്ന് ലോകത്തിലെ എണ്ണം പറഞ്ഞ മഹാകവികളിൽ ഒരാളാണ് എമിലി ഡിക്കിൻസൺ. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, കവിത ഭാവിയുടെ കലയാണ്. മറിച്ച് ഫിക്ഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫിക്ഷൻ, ഒരു നോവൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പുസ്തകശാലയുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ വിറ്റഴിയ ഫിക്ഷനാണ്. പക്ഷേ ഫിക്ഷൻ്റെ വിളവും കൊയ്ത്തും ഒക്കെ മിക്കവാറും എഴുത്തുകാരുടെ ജീവിതകാലത്ത് തന്നെ നടക്കും. അതിനെ മറികടന്ന് ചെല്ലൽ വളരെ കുറവാണ്.
ഈ സംശയമുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് സാഹിത്യ അക്കാദമി ഇറക്കുന്ന പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം. ഇപ്പോൾ സുധാകരൻ തേലക്കാടിൻ്റെ കവിതകൾ പുറത്തു വന്നു. ഇപ്പോൾ ഈ ആഴ്ച ഞാൻ കണ്ടു മൂടാടി ദാമോദരൻ്റെ കവിതകൾ പുറത്തു വരികയാണ്, സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുകയാണ്. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ നേരത്തെ ജീവിച്ച് എഴുതി മരിച്ചു പോയ ചെറിയ കവികളാണ്, വളരെ ചെറിയ ചെറിയ കവികളാണ്. ജീവിതകാലത്ത് യാതൊരു അംഗീകാരവും അവരർഹിക്കുന്ന അംഗീകാരമൊന്നും കിട്ടാതെ പോയ ചെറിയ കവികളുടെ കവിതകൾ ഇപ്പോൾ വീണ്ടും പുതിയ കാലത്ത് വായനാ നമ്മൾ അതെടുത്ത് വായിക്കുകയാണ്, വീണ്ടും എടുത്ത് വായിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്, ഫിക്ഷനെ അപേക്ഷിച്ച് മറിച്ച് പഴയ ഫിക്ഷൻ റൈറ്റേഴ്സിൻ്റെ രചനകൾ നമ്മൾ ചില മാസ്റ്റേഴ്സിൻ്റെയൊക്കെ വായിക്കുന്നുണ്ടാവും എന്നല്ലാതെ ഇങ്ങനെ പോയിട്ട് ചെറിയ 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 എഴുത്തുകാരെയൊക്കെ വീണ്ടും നമ്മൾ ഇന്നത്തെ കാലത്ത് കൊണ്ടുവന്ന് വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, അതിലേക്ക് കവിത തിരിച്ചു വരുന്നുണ്ടോ? അങ്ങനെ ചെറിയ ചെറിയ കവികളിലേക്ക് കവിത്വം യഥാർത്ഥത്തിൽ ഈ കാലത്ത് തിരിച്ചറിയപ്പെടുന്നുണ്ടോ? ഒരു ശുഭസൂചനയാണോ? അതെ, തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത്, ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നത്രേ ഉള്ളൂ. കവിത എന്ന് പറയുന്നത് ഭാവിയുടെ കലയാണ്. അതുകൊണ്ട് ഈ ഒന്നാമത് മഹാ എന്നുള്ള വിശേഷണം തന്നെ വർത്തമാനകാലത്തിൻ്റേതല്ല, അത് ഭൂതകാലത്തിൻ്റെയാണ്. മഹാ എന്നുള്ള വിശേഷണം തന്നെ ഭൂതകാലവുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. ഇന്നത്തെ കവികൾ, ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന ചെറിയ 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 കവികളിൽ ഏത് കവിതയാണ് നാളെ പ്രവർത്തിക്കുക എന്ന് നമുക്ക് ഇന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ കുഞ്ഞിരാമൻ നായരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞുകൂടെ, കുഞ്ഞിരാമൻ നായർ ജീവിച്ച കാലത്ത് അദ്ദേഹം ഒരു ഭക്തകവിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്, ഒരു ഭക്തകവി മാത്രം. അദ്ദേഹത്തിൻ്റെ കവിത ഇന്ന് അദ്ദേഹത്തെ നമ്മൾ മഹാകവി എന്ന് വിളിക്കുന്നു, വിശേഷിപ്പിക്കുന്നു. അതിന് കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രകൃതി, നമ്മുടെ നദികളൊക്കെ വറ്റി വരണ്ടില്ലാതെ ഈ പ്രകൃതി, കേരളത്തിൻ്റെ പ്രകൃതി ആകെ മാറി. ഇങ്ങനെയൊരു കാലത്ത് കുഞ്ഞിരാമൻ നായരുടെ കവിതയ്ക്ക് പുതിയൊരു വായന സാധ്യമായി. ഈ പുതിയ വായന സാധ്യമായപ്പോഴാണ് കുഞ്ഞിരാമൻ നായരെ നമ്മൾ മഹാകവി എന്ന് വിളിച്ചത്. കുമാരനാശാൻ ജീവിച്ചിരുന്ന കാലത്ത് ഇന്ന് നമ്മൾ കാണുന്ന ആശാനായിരുന്നില്ല, താരതമ്യേന ചെറിയ ആശാനായിരുന്നു. ആശാൻ്റെ കവിത കാലങ്ങളിലൂടെ വളർന്ന് തലമുറകൾ വായിച്ചാണ് നമ്മുടെ കുമാരനാശാൻ ഉൾപ്പെടെയുള്ള കവികളൊക്കെ മഹാകവികളായത്. അപ്പോൾ അതുകൊണ്ട് അനിത പറഞ്ഞ പോലെ തന്നെ കാലമാണ് പ്രധാനം. കവിത ഭാവിയുടെ കലയാണ്. ചിലപ്പോൾ എഴുതി നിസ്സാരമായിട്ട് മറഞ്ഞുപോയ കവിത ആയിരിക്കാം നാളെ പൊന്തി വരിക. നമുക്ക് പറയാൻ കഴിയില്ല, അത് ഏത് കവിയാണ് നാളെ ജീവിക്കുകയെന്ന് പറയാൻ കഴിയില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് ഒരിക്കലും പിടികൂടാൻ കഴിയാത്തൊരു ഒരു ജീവിയാണ് കവിത. മാർക്കറ്റിന് പിടികൂടാൻ കഴിയാത്ത, കാരണം ഞാൻ വിചാരിക്കുന്നത് ഇന്ന് സാമൂഹ്യ ചാലക ശക്തികളൊക്കെ ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു. അനിത സൂചിപ്പിച്ചു, നമ്മുടെ മലയാള കവിതയുടെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല കാലങ്ങളിൽ സാമൂഹ്യ ചാലക ശക്തികളാണ്, നവോത്ഥാന ശക്തികളൊക്കെയാണ് നമ്മുടെ കവിതയുടെ എൻജിൻ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് പലപ്പോഴും. ഇന്ന് അത്തരത്തിലുള്ള എൻജിനുകൾ പലപ്പോഴും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ അവശേഷിക്കുന്ന ഒരൊറ്റ എൻജിൻ, പകരം വയ്ക്കപ്പെട്ടുള്ള, റീപ്ലേസ് ചെയ്യപ്പെട്ടുള്ള ഒരു എൻജിൻ എന്ന് പറയുന്നത് മാർക്കറ്റാണ് ഇന്ന് എല്ലാം സാഹിത്യത്തിൻ്റെ A to Z നിയന്ത്രിക്കുന്നതെന്ന് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ കീഴടക്കിയിരിക്കുന്നത് ഫിക്ഷനെയാണ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ കീഴടക്കിയിരിക്കുന്നത്. വളരെ ഒരു ദുരവസ്ഥയാണ്. കോവിലൻ്റെ തോറ്റങ്ങൾ പോലൊരു നോവൽ ഇനി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മാർക്കറ്റിന് പറ്റുന്നതാണ് ഇവിടെ എഴുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കവിയായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇന്നത്തെ എല്ലാ കവിക്കും അത് അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം മാർക്കറ്റിന് വിഴുങ്ങാൻ കഴിയാത്ത ഒരു ലാനറാണ് കവിത. അതുകൊണ്ട് തന്നെ കവിതയ്ക്ക് തീർച്ചയായിട്ടും ഭാവിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് റഫീഖ, വളരെ ഗൗരവമായൊരു സംഗതിയാണ് ഇപ്പോൾ രാമമാഷ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. മാർക്കറ്റുകൾ ഇല്ലാതിരുന്ന ഒരു കാലത്ത് അന്നത്തെ മാർക്കറ്റ് അല്ലെങ്കിൽ അന്നത്തെ കവിതയുടെ മൂല്യം നിശ്ചയിച്ചിരുന്നത് രാജഭരണമായിരുന്നു, രാജസദസ്സുകളായിരുന്നു. അതുകൊണ്ട് അവർ അവയെ മഹാകാവ്യങ്ങൾ എന്ന് വിളിച്ചു പോന്നു. ഇന്ന് മാർക്കറ്റാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെയും പുസ്തകശാലയുണ്ട്, എല്ലായിടത്തും പുസ്തകശാലകളുണ്ട്. പ്രസാധകർക്കും കൂടുതൽ താല്പര്യം കവിതയ്ക്കപ്പുറത്ത് ഫിക്ഷൻ തന്നെയാണ്. ഇപ്പം നമ്മൾ ഏത് വൻകിട പ്രസാധകരുടെ പുസ്തകശാലയിലേക്ക് പോയാലും ആദ്യം പ്രദർശിപ്പിച്ചിട്ടുള്ള പുസ്തകങ്ങൾ
കവിതാ പുസ്തകങ്ങൾ ഒരിക്കലും ആയിരിക്കില്ല. അത് നമ്മൾ തിരഞ്ഞിങ്ങനെ പോകണം. പി രാമൻ്റെ ഇന്ന പുസ്തകമുണ്ടോ, അനിതാ തമ്പിയുടെ പുസ്തകമുണ്ടോ, റഫീഖ് അഹമ്മദിൻ്റെ പുസ്തകമുണ്ടോ. റഫീഖ് അഹമ്മദിന് പിന്നെ സിനിമയിൽ പാട്ട് എഴുതുന്ന കാരണം കുറച്ചെങ്കിലും ഫെമിലിയറാണ്. അപ്പോൾ കവികളെപ്പോലും അറിയില്ല. അപ്പോൾ ഇന്ന കവിയുടെ പുസ്തകമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മളിങ്ങനെ തിരഞ്ഞ് അകത്തേക്ക് പോയാലേ കിട്ടും. മാർക്കറ്റ് അങ്ങനെയാണ്. അങ്ങനെയുള്ളൊരു കാലത്തെ കവിയുന്ന ഒരു കവിത നമുക്ക് ഈ കാലത്ത് സ്വപ്നം കാണാമോ? അതാണ് മഹാകാവ്യത്തിൻ്റെ മാനദണ്ഡം എന്ന നിലയിൽ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെ കാലത്തെ കവിയുന്ന ഒരു കവിത, ഇപ്പോഴുള്ള കാലമല്ല ഇനി വരാനുള്ള കാലമാണ് നല്ല കവിതയെ അല്ലെങ്കിൽ മഹത്തായ കവിയെ നിശ്ചയിക്കുന്നത് എങ്കിൽ, അങ്ങനെയുള്ള ഒരു കാവ്യത്തെ നമുക്ക് ഈ കാലത്ത് കിനാവ് കാണാനാക്കുമോ? രാമൻ പറഞ്ഞതും അതുപോലെ തന്നെ അനിത പറഞ്ഞതും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ രാമൻ പറഞ്ഞത് ഭാവിയുടെ കലയാണ് കവിത എന്ന് പറയുന്നത് പോലെ തന്നെ വർത്തമാനത്തിൻ്റെയും കൂടിയാണ്. വർത്തമാനകാലത്തിൻ്റെ ഉദ്വിഗ്നതകളും അതിൻ്റെ ആശങ്കകളും ഒക്കെ തന്നെ കവിതയോളം പങ്കുവെക്കുന്ന വേറെ ഏത് മാധ്യമമാണുള്ളത്? എനിക്ക് തോന്നുന്നില്ല, കവിത തന്നെയാണ്. പക്ഷെ പഴയ കാലത്ത് നമ്മുടെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ചില സങ്കല്പങ്ങളുണ്ടല്ലോ, ഈ സാമൂഹ്യ പ്രതിബദ്ധത അല്ലെങ്കിൽ രാഷ്ട്രീയ കവിത, ഇങ്ങനെയൊക്കെയുള്ള അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു നിലനിൽക്കുന്ന ചില സങ്കല്പങ്ങളൊക്കെ ഒന്ന് അട്ടിമറിക്കപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ ഒരു കവിതയെക്കാളും കൂടുതൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നത് ഒരു പാരഡി ഗാനമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ചില സന്ദർഭത്തിൽ നമ്മൾ ഒരു പാരഡി ഗാനം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. അത് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ ശക്തമായി എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കവിതയുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ സത്യത്തിൽ ഈ നമ്മളിങ്ങനെ ഒരു പരമ്പരാഗതമായിട്ട് പറഞ്ഞു തരുന്ന തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുടെയും സമൂഹ പരിവർത്തനത്തിൻ്റെയും കാഹളമാണ് കവിത എന്നുള്ള ഒരു അവകാശവാദമൊന്നും ഇന്നും ഉന്നയിക്കാൻ പറ്റില്ല. പക്ഷേ രാമൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഭാവിയുടെ സൂചകങ്ങളായിട്ട് നിൽക്കുന്നു. ഇന്ന് വർത്തമാനത്തിൻ്റെയും ഏറ്റവും ശക്തമായിട്ടുള്ള അടയാളപ്പെടുത്തലുകളായിരിക്കും അത് കവിത. വേറൊന്നിനും അങ്ങനെ സാധിക്കില്ല. ഈ പറഞ്ഞ പോലെ മാർക്കറ്റിന് കീഴടക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന കവിതകളൊന്നും ഇനി നമുക്ക് കാണാൻ കഴിയില്ല. പാട്ടൊക്കെ വിറ്റുപോകും, കവിത വിറ്റുപോയില്ല. അപ്പോൾ രമണൻ വിറ്റുപോയത് അത് വേറെ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. അതിന് അന്നത്തേതായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. പുതിയ കാലഘട്ടത്തിൽ നോവലിൻ്റെയും ചെറുകഥയുടെയും അതുപോലെ അതിനപ്പുറത്ത് സോഷ്യൽ മീഡിയയുടെയും സിനിമയുടെയും വിഷ്വൽ മീഡിയയുടെയും ഒക്കെ അമിതമായിട്ടുള്ള സ്വാധീനം നിലനിൽക്കുന്ന ഒരു ലോകത്ത് കവിത പോലുള്ള ഒരു സംഗതി ഏറെക്കുറെ കറപുരളാതെ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു തുരുത്തായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് ആ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ ഉൾപ്പെടെയുള്ള കവികൾ ഉൾക്കൊള്ളണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇപ്പോൾ പുതിയ കവിതകൾ മുഴുവൻ എന്തെങ്കിലും തരത്തിൽ പറയുന്നതല്ല. ഈ ഒരു പ്രാധാന്യം പലപ്പോഴും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ്. അതോ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു പണി എന്നുള്ള രീതിയിൽ കവിതയിലേക്ക് വരുന്നതാണോ എന്നുള്ളത് നമ്മൾ സ്വയം വിമർശനപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് നമുക്ക് ഏറ്റവും വലിയൊരു ആയുധം അല്ലെങ്കിൽ ഏക ആയുധം ആയിട്ട് കവിത നിലനിൽക്കുന്നു എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കവികളൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ രാമൻ പറഞ്ഞതിനെ ഒന്നുകൂടി അടിവരായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ മുതലാളിത്തത്തിനോ അതുപോലെ തന്നെ മാർക്കറ്റിനോ അടിമപ്പെടുത്താൻ പറ്റാത്ത, കാരണം അതിന് പാട്ടിനെ പറ്റും. പാട്ട് ഒരു മാർക്കറ്റ് പ്രോഡക്റ്റാണ്. പാട്ടിന് മാർക്കറ്റിൽ സ്ഥാനമുണ്ട്. പക്ഷേ കവിതയ്ക്ക് അങ്ങനെ സ്ഥാനമില്ല. കവിത അത് വേറിട്ട് നിൽക്കുന്നു. മനുഷ്യൻ്റെ ഒറ്റപ്പെട്ട മനുഷ്യൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ഒക്കെ തന്നെ വേവലാതികളും ആകുലതകളും പ്രകൃതിയെക്കുറിച്ചിട്ടുള്ള ഉദ്വിഗ്നതകളും എല്ലാം തന്നെ അടയാളപ്പെടുത്തപ്പെടുകയും ഭാവിയിലേക്ക് സൂചനകൾ നൽകുകയും ചെയ്യുന്ന സാഹിത്യത്തിലെ ഏറ്റവും അധികം കറപുരളാത്ത ഒരു മേഖലയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കവിത, റഫീഖാട് തന്നെയാണ് ചോദ്യം. ഈ കവിതാ പുസ്തകങ്ങളുടെ രൂപത്തിൽ മാർക്കറ്റ് കീഴടക്കും അല്ലെങ്കിൽ കീഴടക്കില്ല എന്നാണോ പറഞ്ഞു വയ്ക്കുന്നത്? കാരണം ഒരു കാലത്ത് കാസറ്റ് കവിതകൾ മാർക്കറ്റ് കീഴടക്കിയിരുന്നു. അപ്പോൾ അത് മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം കവിതയെ കവിതാ പുസ്തകമായി അത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ കവിതയുടെ ഏത് രൂപത്തിലും മാർക്കറ്റ് അത് കീഴടക്കണം എന്നുള്ളതാണോ? അല്ല, മാർക്കറ്റിന് കീഴടക്കിയിരുന്നത് പലപ്പോഴും അതിലെ കാവ്യാത്മകതയൊന്നും അല്ല. ഇപ്പോൾ കാസറ്റ് കവിതകൾ വളരെയധികം മാർക്കറ്റിലുണ്ടായിരുന്നത് അത് മികച്ച കവിത ആയതുകൊണ്ടായിരുന്നില്ല. അതിൻ്റെ കേൾവി സുഖവും അത് ചൊല്ലിയിട്ടുള്ളതിൻ്റെ ഭംഗിയും അങ്ങനെ മറ്റു പല ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വന്നിട്ടുള്ളതാണത്. അല്ലാതെ അതിൻ്റെ കവിതയുടെ ഒരു ഗാംഭീര്യം കൊണ്ടോ അതിൻ്റെ ഒരു സാന്ദ്രത കൊണ്ടോ അത്തരം കാര്യം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുപോലെ തന്നെ കവിതാ പുസ്തകങ്ങളുടെ ഒരു പ്രശ്നം നിരവധി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്കൊരു
സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന പോലെ നിരവധി അതിലൂടെ നല്ല കവിതകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പിന്നെ എനിക്ക് പലപ്പോഴും ഒരുപാട് കവിതകൾ, ഈ പുതിയ കവിതകൾ വായിക്കാൻ കിട്ടാറുണ്ട്. അതിൽ വളരെ നല്ല കവിത പുസ്തകങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഒരു വലിയ പ്രളയത്തിനകത്ത് അത് നമുക്ക് ശ്രദ്ധിക്കപ്പെടാൻ പറ്റാതെ പോകുന്നുണ്ട് എന്നുള്ളൊരു. അല്ല, അതിന് പരമാവധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്ന വിമർശനം, ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും കവികളാണ്. അപ്പോൾ അതിൽ ചിലത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ കവികൾ തന്നെ പലപ്പോഴും കുഴപ്പക്കാരായി മാറുന്നുണ്ടോ? ഈ ഒരുപാട് പുസ്തകങ്ങൾ വരുന്നു, ഒരുപാട് കവിതകൾ വരുന്നു. അല്ല, എല്ലാവരും കവികൾ തന്നെയാണ് സത്യത്തിൽ. നമ്മളിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പിന്നെ കവിയായിട്ട് ആരും അങ്ങനെയല്ല. എല്ലാവരും കവികളായതുകൊണ്ട് തന്നെയാണ് കവിത എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നതും. കാരണം എഴുതിയ ആൾ ഒരു കാര്യം എഴുതുന്നുണ്ടായിരിക്കും, ഒരു കവിത എഴുതുന്നുണ്ടായിരിക്കാം, വായിക്കുന്ന ആൾ വേറൊരു കവിത അതിലൂടെ ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കവികളാണെന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമാണ്. അതായത് കവിത വായിക്കുന്നവരെല്ലാവരും കവികളാണ്. പക്ഷേ അതേസമയം ഞാനീ പറഞ്ഞത് ഈ പുസ്തകങ്ങൾ വരുന്നതിൻ്റെ അല്ല, അത് ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഞാൻ ഈ കവിത എന്ന് പറയുന്ന ഒരു പിന്നെ മീഡിയം തിരഞ്ഞെടുക്കുന്നു? എനിക്ക് മറ്റു ഒരുപാട് മീഡിയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നോവലുണ്ട്, കഥയുണ്ട്, നാടകമുണ്ട്, അതുപോലെ പലതുണ്ട്. പിന്നെ നമുക്ക് ഷോർട്ട് ഫിലിം ചെയ്യാം, സിനിമ ചെയ്യാം. കവിത തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് അത് വളരെ എളുപ്പമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ അതിലൂടെ എന്തും നമുക്ക് പറയാമെന്നുള്ളതുകൊണ്ടാണോ, അതോ എനിക്ക് എൻ്റെ ആവിഷ്കാരത്തിന് ഏറ്റവും യോജിച്ചത്, എനിക്ക് ഏറ്റവും ശക്തമായിട്ട് എൻ്റെ കാര്യങ്ങളെ ആവിഷ്കരിക്കാൻ പറ്റിയൊരു സാധനമാണോ എന്നുള്ളൊരു തിരഞ്ഞെടുപ്പ്, ഒരു ആത്മവിചാരണ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അനുദേച്ചി, ഈ മഹ എന്നുള്ളതാണോ പ്രശ്നം? അതങ്ങോട്ട് മാറ്റിയാൽ പ്രശ്നം തീരുമോ? ഈ പഴയ കാലം സമ്മാനിച്ചൊരു വിശേഷണമാണല്ലോ മഹ എന്നുള്ളത്. ഇപ്പോൾ ഈ പാശ്ചാത്യ കവിതയിലൊക്കെ ഇത്തരം കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ കാലമാണ് നിശ്ചയിക്കുന്നതെന്നുണ്ടെങ്കിൽ കാലം നേരെ തിരിച്ചും നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാബ്ലോ നെരൂദ ഏറ്റവും മനോഹരമായ പ്രണയ കവിതകൾ എഴുതിയിരുന്ന ഒരാളാണ്. നമ്മളൊക്കെ വളരെ മധുരത്തോടു കൂടി ആ കവിതകൾ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ സമീപകാലത്ത് ഏറ്റവും നിശിതമായി വിമർശിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ വിമർശിക്കപ്പെട്ട കവി കൂടിയാണ് പാബ്ലോ നെരൂദ. ഒരു തമിഴ് യുവതിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തയാൾ, 3 വയസ്സുകാരിയായ മകൾ മരിച്ചിട്ട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാതിരുന്ന മനുഷ്യത്വമില്ലാത്ത ആൾ. ഇയാൾ കവിയാണോ എന്നുള്ള ചോദ്യം ഈ അടുത്ത കാലത്ത് ഉയർന്ന ഒന്നാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഒരാളിൽ നിന്നുള്ള പ്രണയ കവിതയെ പുതിയ കാലം ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ മാറിയ കാലം ഏത് രീതിയിലായിരിക്കും അടയാളപ്പെടുത്തുക? ഈ കാലം നിശ്ചയിക്കുന്നു എന്നുണ്ടെങ്കിൽ, കവിതയെ നിശ്ചയിക്കുന്നു എന്നുണ്ടെങ്കിൽ, കാലം തിരിച്ചും ഒരു കവിയെ കവിയല്ലാതാക്കി തീർക്കുന്ന ഒരു കാലം ഉണ്ടാകുമോ? ഈ മഹാകാവ്യം എന്നുള്ള വിശേഷണങ്ങൾ പുതിയ കാലത്തിന് എത്രത്തോളം അനുയോജ്യമാണ്? മഹത്വത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിന്, മഹിമയെക്കുറിച്ചുള്ള സങ്കല്പത്തിന് കാലം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. നമ്മൾ ഈ മഹാ എന്ന പ്രയോഗത്തിൽ നമ്മൾ അതിൻ്റെ ഒരു സ്കെയിൽ വരുന്നുണ്ടല്ലോ, ഒരു വലിപ്പം, ഒരു തോത്. പക്ഷെ പുതിയ കാലത്തിൽ എനിക്ക് തോന്നുന്നത് അത് മൈക്രോസ്കോപ്പിക് സ്കെയിലുകളും ആറ്റമിക് സ്കെയിലുകളും ഒക്കെ പ്രധാനമായി തീർന്ന ഒരു കാലമാണ്. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഉപാധികൾ ഒരുപാട് വളർന്നു, ലോകം കുറേ കൂടെ ചെറുതായി, കാര്യങ്ങൾ കുറേ കൂടെ മനസ്സിലാക്കാൻ പറ്റി, നമ്മളുടെ കണ്ണടകൾ മാറി. അതുകൊണ്ട് നമ്മൾ കാണുന്നതിൻ്റെ സ്കെയില് വലുത് എന്നുള്ളത് പോലെ തന്നെ ചെറിയ സ്കെയിലുകളുടെയും മഹത്വം കാണുന്ന ഒരു കാലം വന്നു. നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്, നമ്മൾ മഹാകവി ജി ശങ്കര കുറുപ്പെന്ന് അന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പറയുമായിരുന്നു. പക്ഷേ അതേ ശ്വാസത്തിൽ മഹാകവി ബാലാമണിയമ്മയെന്നാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, മഹാകവി പൊയ്കയിലപ്പച്ചനെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷേ അത്തരം പറച്ചിലുകളിലേക്കും കൂടെ ശ്രദ്ധ പോകുന്ന ഒരു കാലമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ നടന്ന് ഒരു പ്രദേശം കടന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാലം കടന്നു കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ ടവറിങ് ആയ സാധനങ്ങൾ കാണുക. അപ്പം ഇത് മഹത്തായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ സൂക്ഷ്മതകളിലേക്ക് ശ്രദ്ധിക്കും. പുല്ലിലും പൂവിലും പുഴുവിലും പ്രാണികളിലും ശ്രദ്ധിക്കുമ്പോൾ മഹത്വം ചെറിയ സ്കെയിലിൽ കാണാനും വിശദാംശങ്ങളിൽ മഹത്വം കണ്ടെത്താനുമൊക്കെ അത് ഈ ചരിത്രകാരരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഹിസ്റ്റോറിസൈസിങ്. അപ്പോൾ ഹിസ്റ്റോറിസൈസിങ് പോയിട്രി അല്ലെങ്കിൽ ഹിസ്റ്റോറിസൈസിങ് ലിറ്ററേച്ചർ എന്നൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ മഹത്വത്തിൻ്റെ മാനദണ്ഡം ഇക്കാലത്ത് മാറുകയാണ്. പിന്നെ നേരത്തെ റഫീഖ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിചാരിക്കുന്നത്, ഈ ഏത് കലയിലും ഒരു നമുക്ക് ചുമ്മാ അങ്ങ് കയറി പെരുമാറാൻ പറ്റത്തില്ല. കവിതയിൽ അങ്ങനെ ചെയ്യുമെന്ന് ആളുകൾ വിചാരിക്കും, കാരണം അതൊരു ഭാഷ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഭാഷാകല എന്നുള്ള നിലയിൽ കവിതയ്ക്കും
മറ്റേത് കലയും പോലെ ഒരു ഉപക്രമവും ഒരു അനുശീലനവും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു കലയാണ്. എങ്കിൽ മാത്രമേ നമുക്കതിൽ കടക്കാനും ശരിയായ തരത്തിൽ ഗൗരവത്തോടെ പെരുമാറാനും ഒക്കെ പറ്റുള്ളൂ. എല്ലാവരിലും ഒരു കവിയുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ സംസാരിക്കുന്നത്, രാമൻ കവിത എഴുതിയിട്ടുണ്ടത്, നമുക്ക് മനസ്സിലാവും എല്ലാവരിലും ഒരു കവിയുണ്ട്. ജീവിതവും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും നമ്മളെ അതിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോവുകയാണ്. പണ്ടത്തെ നാട്ടുചൊല്ലുകളിൽ കവിതയുണ്ട്. നമ്മുടെ സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന നിത്യജീവിതത്തിൻ്റെ ഭാഷയിൽ കവിത ഉണ്ടാകുമായിരുന്നു. അതൊക്കെ മാറുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് എല്ലായ്പ്പോഴും മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു വേദി ആയതുകൊണ്ട് അത് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഒരു 10 വയസ്സ് വരെ, അതായത് ഒരു 5 ക്ലാസ് വരെയുള്ള ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ കവിതകൾ മലയാള കവിത പരിചയപ്പെടുത്തുന്ന ഒരു സംവിധാനം വന്നാൽ, ഇന്നിവിടെ KGS ഉണ്ട്, സച്ചിദാനന്ദനുണ്ട്, NG ഉണ്ണികൃഷ്ണനുണ്ട്, ജയശീല മാഷ് ജീവിച്ചിരിക്കുന്നുണ്ട്, നമ്മളുടെ തലമുറയിൽപ്പെട്ട കവികളുണ്ട്. വലിയ കവിതകൾ മലയാള കവിത പരിചയപ്പെടുത്തുക മാത്രം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ 10 കൊല്ലം കൊണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ സ്വഭാവം തന്നെ മാറി മറിയും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ എന്തുകൊണ്ട് നമുക്കത് കഴിയുന്നില്ല എന്ന് എനിക്കറിയില്ല. വെൽഷ് പോലെയുള്ള ഭാഷകൾ, അത് ഇംഗ്ലീഷിൻ്റെ ആധിപത്യത്തിൽ ഞെരുങ്ങുന്ന ഒരു ഭാഷയാണ് വെൽഷ്. അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. നമുക്കത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്നൊരാഗ്രഹമുണ്ട്. ഞാൻ അതോടൊപ്പം ചോദിക്കുന്നത്, ഇപ്പോൾ ധാരാളം കവിതകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ്. അവിടെ ഈ പാശ്ചാത്യ കവിതയിലൊക്കെ ഇത്തരം ഈ വിശേഷണങ്ങൾ നൽകി കവികൾക്ക് അങ്ങനെയുള്ള ദീപസ്തംഭങ്ങളും മഹാഗോപുരങ്ങളുമൊക്കെ ആക്കി കവികളെ മാറ്റുന്നൊരു പ്രവണതയുണ്ടോ? അത് നമ്മൾ പറഞ്ഞതുപോലെ കാലത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു പരിണാമം അതിൽ വന്നിട്ടുണ്ട്. മുൻകാലത്ത് അത് എല്ലാ ഭാഷകളിലും ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ കാലം കഴിയുമ്പോൾ ഉയർന്നു നിൽക്കുന്നത് ഏതാണ്, വെളിച്ചപ്പെട്ട് നിൽക്കുന്നത് ഏതാണെന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. അത് എല്ലാ ഭാഷകളിലും ഉണ്ടല്ലോ വലിയ കവികൾ. പിന്നെ നമ്മൾ ചില ഈ മഹത്വം എന്ന് പറയുന്നതും ഇതുപോലെയാണ്. ഉദാഹരണത്തിന് നമ്മൾ മണ്ടേലയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. വേറൊരു കാഴ്ചയിൽ മണ്ടേലയല്ല, നെഹ്റുവിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ മണ്ടേല ജീവിച്ചിരുന്ന ജയിലിൽ കാണാനായിട്ട് പോയപ്പോൾ അവിടുത്തെ ഗൈഡ് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, അദ്ദേഹത്തെ മാത്രം പറയരുത്, ഒരുപാട് പേര് ഇതിലുണ്ടായിരുന്നു, അദ്ദേഹം മാത്രം അതിൽ നിന്ന് ഉയർന്നു വന്നതിലൊരു ന്യായമില്ല. ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയും, ഗാന്ധി മാത്രമല്ല സ്വാതന്ത്ര്യം നേടിത്തന്നത്, ഒരുപാട് പേര് അതിലുണ്ടായിരുന്നു, ഗാന്ധിയെക്കുറിച്ച് മാത്രം പറയരുത്. പക്ഷേ കാലം അങ്ങനെയാണ്. ഒരാൾ ഉയർന്നു വരും, അല്ലെങ്കിൽ 2 പേർ ഉയർന്നു വരും. അതിന് ചില മാനദണ്ഡങ്ങൾ, കാലത്തിൻ്റെതായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കാം. അത് എല്ലാ ഭാഷയിലും എല്ലാ ലോകത്തും ഉണ്ട്. പക്ഷെ ഞാൻ വിവർത്തനം ചെയ്യുന്നത് മഹാകവികളെയും മഹാകവിതകളെയും ഒന്നുമല്ല. ഞാൻ എനിക്കിഷ്ടപ്പെട്ടതും ചലഞ്ചിങ് ആയതുമായിട്ട് തോന്നുന്ന കവിതകളെ പകർത്താൻ വേണ്ടി, മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. രാമമാഷ, ഈ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞു തോന്നുന്നു. മനുഷ്യൻ്റെ പുതിയ കാലത്ത് മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവൻ്റെ സംഘർഷവും വേദനകളുമൊക്കെ പുതിയ കാലത്ത് കവിതയിലും ആവിഷ്കരിക്കപ്പെടുക എന്നുള്ളതല്ലേ സത്യസന്ധമായിട്ട് വേണ്ടത്? അങ്ങനെ ഒരു മഹാകവിയൊക്കെ ഇനി പിറക്കേണ്ടതുണ്ടോ? മഹാകവികളും മഹാകാവ്യങ്ങളും പുനഃപരിശോധിക്കപ്പെടേണ്ട ഒരു ഘട്ടം കൂടിയാണ്. നമ്മൾ വൈലോപ്പിള്ളിയിലേക്കും ഇടശ്ശേരിയിലേക്കുമൊക്കെ തിരിച്ചു വന്ന് അവരുടെ കവിതകളെ, നേരത്തെ അനുദീച്ച് പറഞ്ഞതുപോലെ ആ കവിതകളെ പുതിയ കാലത്തെ കുട്ടികൾക്ക് കൂടി പരിചയപ്പെടുത്തുന്ന ഒരു സമ്പ്രദായത്തിലേക്ക്, സംവിധാനത്തിലേക്ക് മാറുക എന്നല്ലാതെ ഇനിയും നമ്മൾ മഹാകാവ്യങ്ങൾ തിരഞ്ഞു നടക്കേണ്ടതുണ്ടോ? കവിത വായിക്കപ്പെടാൻ എന്നതുപോലെ തന്നെ എഴുതപ്പെടാൻ വേണ്ടിയുള്ളൊരു മാധ്യമമാണ്. സ്വന്തം, ഞാൻ പറഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമാക്കാം, സ്വന്തം ഒരു തൃപ്തിക്ക് വേണ്ടി ഒരു നോവൽ എഴുതി കളയാം എന്ന് ഒരു നോവലിസ്റ്റ് വിചാരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവനവന് വായിച്ച് രസിക്കാൻ വേണ്ടി ഒരു നാടകം ഉണ്ടാക്കി കളയാം സ്വയം ഇതിനു വേണ്ടിയിട്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെയൊക്കെ ഒരു റീഡർ അല്ലെങ്കിൽ ഒരു കലാകാരൻ കാണുന്നുണ്ട്. പക്ഷേ കവിതയ്ക്ക് അങ്ങനെ വേണമെന്നില്ല. അത് ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. കവിത ഉണ്ടെങ്കിൽ നല്ലത്. ഏതെങ്കിലും ഒരു കാലത്ത് അല്ലേ, ഭവഭൂതി പോലും അങ്ങനെയാണല്ലോ പറഞ്ഞത്, കാലോഹ്യം നിരവധിർ വിപുലാച പൃഥ്വി അല്ലേ, ഞാനറിയാത്തോരിടത്തിലെങ്ങാമോ നീ വാഴുന്നു സമാന ഹൃദയ നിനക്കായി പാടുന്നേൻ അല്ലേ. ഏത് ഭാഷയിലും, സ്പാനിഷിലെ ഒരു കവി, എൻ്റെ പ്രിയപ്പെട്ട ഒരു കവിയാണ് റാഫേൽ ഗില്ലൻ. അദ്ദേഹം പറയുന്നൊരു കാര്യം, എൻ്റെ കവിതയ്ക്ക് 8 വായനക്കാരായാലും 80,000 വായനക്കാരായാലും എനിക്ക് ഒരുപോലെയാണ് എന്നാണ്. എൻ്റെ കവിതയുടെ വായനക്കാരെ 8 ആളായാലും ഇനി 80,000 ആയാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, കവിത വായിക്കപ്പെടാൻ എന്നതിനപ്പുറം എഴുതപ്പെടാൻ വേണ്ടിയുള്ളൊരു മീഡിയയാണ്. അതുകൊണ്ടാണ് എല്ലാവരും കവികളാവുന്നത്. ഈ ഭൂമിയിൽ നിന്നിങ്ങനെ ചെടികൾ
ഇങ്ങനെ ഇങ്ങനെ മുളച്ച് പൊന്തുന്നത് പോലെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിന്ന് കവിത ഇങ്ങനെ മുളച്ച് പൊന്തുന്നുണ്ട്. അതൊരു ഒരു സമാധാനത്തിന് വേണ്ടി അല്ലേ, ചിലപ്പോൾ നോട്ട് പുസ്തകത്തിൻ്റെ താളിൽ ആരും കാണാതെ ഒക്കെ എഴുതി വെക്കുന്ന എത്രയോ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്തെങ്കിലും ഒരു വരി വെറുതെ നോട്ട് പുസ്തകത്തിൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ കോറിയിടാത്തവരുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഒരു ബഹുമതി വേറൊരു സാഹിത്യരൂപത്തിനും ഇല്ലാത്തതാണ്. ഈ ഒരു ബഹുമതി അത് കവിതയ്ക്ക് മാത്രമുള്ളതാണ് എന്ന് വെച്ച് ഈ എഴുതുന്ന എല്ലാവരും നാളെ എഴുത്ത് തുടരുമെന്നോ വലിയ കവികളാവുന്നോ കാലത്തെ മുറിച്ച് കിടക്കുമെന്നോ ഒന്നും അർത്ഥമില്ല. അത് വേറൊരു തലമാണ്. ഒരു എഴുത്ത് ജീവിതവും ഒരു വായനാ ജീവിതവും കവിതയ്ക്കുണ്ട്. രണ്ടും ഒരുപോലെ പ്രധാനമാണ്. കവിതയ്ക്ക് ഒരു എഴുത്ത് ജീവിതമുണ്ട് തീർച്ചയായിട്ടും. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ കവികളാണ്. ഒരു വായനാ ജീവിതം വേറെയുണ്ട്. എഴുതിയ എല്ലാ കവിതകളും എല്ലാവരും വായിക്കണമെന്നില്ല, കാലം കടന്ന് കിട്ടണമെന്നില്ല. ഇങ്ങനെ ഈ വായനാ ജീവിതമാണ് സത്യത്തിൽ ഗ്രേറ്റ് പോയറ്റിനെ സൃഷ്ടിക്കുന്നത്. എഴുത്ത് ജീവിതം രണ്ടും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും എഴുതട്ടെ. പഴയ കാലത്ത് ഇപ്പോൾ വേറൊരു മിത്ത് നമ്മൾ പറയാറുണ്ട്, പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും കവികളാണ്. അതൊരു മിത്താണ് സത്യത്തിൽ. നേരത്തെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, പണ്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പണ്ട് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. വിദ്യാഭ്യാസം, കേരളത്തിലെ കവിതയുടെ വ്യാപനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപന ചരിത്രമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഒരു കാലത്ത് എല്ലാവർക്കും അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല അല്ലേ, സമൂഹത്തിൻ്റെ ചില പ്രത്യേക ഇതിൽ. പിന്നെ എല്ലാവരും വിദ്യാഭ്യാസം ലഭിച്ചു, എല്ലാവരും ആ മുഖ്യധാരയുടെ ഭാഗമായി. അതോടുകൂടിയാണ് എഴുത്ത് എക്സ്പാൻഡ് ചെയ്ത് വരുന്നത്. അതോടുകൂടിയാണ് വിവിധ സമുദായങ്ങളിൽ നിന്ന് അതുവരെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തിയ ജനതകളിൽ നിന്നൊക്കെ കവികൾ ഉണ്ടാവുന്നത്. എഴുത്തുകാർ, സ്ത്രീകൾ, ഒരു കാലത്ത് ആണുങ്ങൾ മാത്രമായിരുന്നു കവികൾ. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് കുട്ടിക്കുഞ്ഞ് തങ്കച്ചിയെ പോലെ ഒരു കവിയെ അല്ലെ ആദ്യമായിട്ടൊരു സ്ത്രീ വരുന്നത്. പിന്നെ സ്ത്രീകളുടെ വലിയൊരു നിരയാണ് വരുന്നത്. പിന്നാലെ എത്രയോ സ്ത്രീകൾ എഴുതാൻ തുടങ്ങി. അതേപോലെ വിവിധ ജാതി സമൂഹങ്ങളിൽപ്പെട്ടവരെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്നും ഇപ്പോൾ നമുക്കൊരു 100 കൊല്ലം മുമ്പത്തെ കാലം എടുക്കാം. അന്നും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ധാരാളം പേര് കവിതകൾ എഴുതിയിരുന്നു. കവിതയ്ക്ക് വേണ്ടി കവനകൗമുദി എന്നൊരു മാസിക തന്നെ ഉണ്ടായിരുന്നു അല്ലേ. കവനകൗമുദി മാത്രമല്ല, അതൊന്ന് അങ്ങനെ ഒരുപാട് കവിതാ മാസികകളിൽ അതൊക്കെ ഇപ്പം എടുത്ത് മറിച്ച് നോക്കിയാൽ എത്രയോ ചെറിയ നമ്മൾ മറന്നുപോയ ഒരുപാട് കവികളുടെ കവിതകൾ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നല്ല അന്നും കവിത എഴുതപ്പെടാൻ വേണ്ടിയുള്ള കലയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എല്ലാവരും കവികളായി എന്നൊക്കെ പറയുന്നത് ഒരു സത്യം പറഞ്ഞാൽ അതൊരു ആവശ്യമില്ലാത്തൊരു പുതിയൊരു മിത്ത് നമ്മൾ ഉണ്ടാക്കുകയാണ്. ആ മിത്ത് എന്നും ഉള്ളതാണ് കവിതയെ സംബന്ധിച്ച്. അപ്പോൾ അതിലൊന്നും നമ്മൾ പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കൂടുതൽ സാധ്യതകൾ നൽകുന്നു. തീർച്ചയായിട്ടും. പണ്ടാണെങ്കിൽ നമ്മൾ ഒരാഴ്ച പതിപ്പിന് കവിത അയച്ചു കൊടുക്കും, അത് തിരിച്ചയക്കും, നമ്മളത് ആരും കാണാതെ എടുത്തു വെക്കും. പക്ഷേ ഇന്ന് അത് പ്രകാശിപ്പിക്കപ്പെടാനുള്ള കൂടുതൽ സാധ്യതകളും സംവിധാനങ്ങളും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനത്തോടു കൂടി നമ്മൾ പറഞ്ഞ ലോരങ്ങളിലേക്ക് മാറ്റി നിർത്തിയ ജനതകളിൽ നിന്നൊക്കെ എഴുത്തുകാരുണ്ടാവുന്നു. ഇപ്പോൾ സുകുമാരൻ ചാലികത്തെ പോലെ, അശോകൻ മറയൂരിനെ പോലെ നമ്മൾ മുമ്പ് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ഗോത്രഭാഷയിൽ നിന്ന് മലയാളത്തിലെ ഗോത്രഭാഷകളെ കേന്ദ്രമാക്കിയിട്ടും കവികൾ വരികയാണ്. എന്ന് വെച്ചാൽ ഒരു പുതിയ കവി വരുന്നു പറഞ്ഞാൽ ഇന്നലെ വരെ കവിതയുടെ മുഖ്യധാരയിൽ ഇല്ലാത്ത ഒരു ജീവിതം കവിതയിലെ കേന്ദ്രത്തിലേക്ക് വരുന്നു എന്ന് കൂടിയാണ് അർത്ഥം. അപ്പം അങ്ങനെയുള്ള പുതിയ ജീവിതങ്ങൾ നമ്മുടെ കവിതയിലേക്ക് വരുന്നുണ്ട്. ഇതിൽ ചില ശബ്ദങ്ങൾ നാളെ തെളിയില്ല എന്ന് ഇന്ന് നമുക്കിവിടെ ഇരുന്ന് പറയാൻ കഴിയില്ല. 100 കൊല്ലം കഴിഞ്ഞാൽ ഈ ശബ്ദങ്ങൾ അല്ലേ, ഇവിടെ ഇരിക്കുന്ന ഞങ്ങളൊന്നും ആവില്ല ചിലപ്പോൾ കവികൾ. 100 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളൊന്നും ആവില്ല കവികൾ. നമ്മളിപ്പോൾ പരിഗണിക്കുക പോലും ചെയ്യാത്ത നമുക്കിടയിലിരിക്കുന്ന ഒരാളാകാം നാളത്തെ മഹാകവി. അത് കവിത തരുന്ന വലിയൊരു സാധ്യതയാണ്. കാലം നിശ്ചയിക്കട്ടെ കവിയെ എന്ന് തന്നെ നമുക്ക് പറയാം. കവിതയെക്കുറിച്ച്, മഹാകാവ്യത്തെക്കുറിച്ച്, മഹാകവിയെക്കുറിച്ചൊക്കെ കവികളാണ്. പറഞ്ഞോളൂ. രാമൻ ഇത്രയും പറഞ്ഞപ്പോൾ രാമനെ കുറിച്ചൊരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ മഹാകവികളുടെ കാലത്ത് വളരെയധികം ശ്രദ്ധയിൽ വരാതിരിക്കുകയും കവിത എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്ത് ഒരുപാട് മറവിയിലായിപ്പോയ കവിതകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, രേഖകൾ, അവരുടെ കവിതകൾ തെരഞ്ഞ് കണ്ടുപിടിച്ച് പ്രസിദ്ധീകരിച്ച് വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രാമൻ.
ഞാൻ ഈ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് സദസ്സിൽ ഇരുന്നിരുന്ന പലരോടും വെറുതെ സൗഹൃദം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പറഞ്ഞത്, കവികളാണല്ലോ 3 പേരും വരുന്നത്, അപ്പോൾ സംസാരം മാത്രമാക്കേണ്ട, അവരെ കൊണ്ട് ഓരോ കുഞ്ഞു കവിതകൾ കൂടി ചൊല്ലിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടി 3 പേരും ചെറിയ ഓരോ കവിത കൂടി ചൊല്ലി നമുക്ക് സദസ്സിലേക്ക് മൈക്ക് കൈമാറാം എന്ന് തോന്നുന്നു. അവർക്കും മഹാകവി ആരാണ് മഹാകവി എന്നറിയാനുള്ളൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. ഈ പടത്തിലെ പെൺകുട്ടി എന്നുള്ള കവിത വായിക്കാം. ഇത് കെ അജിതയെക്കുറിച്ചിട്ട് എഴുതിയ കവിതയാണ്. അജിതയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള ഒരു ചിത്രം ഈ കവിതയുടെ ഭാഗമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ചിത്രമാണ്. അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയത്. ഈ പടത്തിലെ പെൺകുട്ടി പേര് കെ അജിത, പ്രായം 18, കാൽശരായിയും ജമ്പറുമിട്ട് സങ്കടപ്പെട്ട് സൂര്യൻ ഉദിക്കാതിക്കിലേക്ക് കണ്ണട്ട് പകച്ച് ആണ്ട് 68. ഈ പടത്തിൽ ഈർപ്പമില്ല, പൂപ്പൽ പിടിച്ചില്ല. കാടരിച്ചു വളഞ്ഞു പിടിച്ച് നാട്ടുകാർക്കു കാണാൻ കൊണ്ടു നിർത്തും ഈ പടത്തിലെ പെൺകുട്ടി. പക്ഷേ ഈ പടം വിട്ടിറങ്ങി നടന്നു. 8 കൊല്ലം ജയിലിൽ കിടന്നു. 2 മക്കളെ പെറ്റു വളർത്തി, ചോറ് വെച്ചു, കുളിച്ചു, നനച്ചു, വക്കുനീളെ പുഴുകാർന്നു തിന്നും പച്ചില പോലിരിക്കും ഈ മണ്ണിൽ. നോവു തീണ്ടിയ നേരങ്ങൾ തോറും ഒച്ച വെച്ചു, കൈ ചൂണ്ടി വിറച്ചു, തീ പിടിച്ച പോലോടി നടന്നു. ഈ കവിത പകുതിയിൽ നിർത്തി ഫോൺ എടുത്തു ഞാൻ നമ്പർ അമർത്തി. അജിതയല്ലേ, സുഖമല്ലേ, എല്ലാം ഓർമ്മയാണോ മറക്കുകയാണോ? ഓർമ്മയാണ് സകലവും, ഓർമ്മയാണ് സകലവും. എൻ്റെ കുഞ്ഞിലെ പോലെ മാമടിത്തട്ടിൻ ചൂടുപോലെ പഴകിയ നോവും. തീർച്ചയുണ്ടോ വഴികളിൽ, തീർച്ചയുണ്ടോ വഴികളിൽ, ആവോ കാട്ടുതാരയിൽ ചൂരുപോലെന്നെ കൊണ്ടുപോകുന്നതോരോ വിളികൾ. കെട്ട കാലം നിരാശയുണ്ടോ? ഇല്ല, ആശയുണ്ട്, അതു തീരുകയില്ല. നീരിനുള്ള ദാഹം പോലെ, അന്നം തേടി എന്നും വിശക്കുന്ന പോലെ. ഈ പടത്തിൽ അവളുടെ ചുറ്റും 10 പേരുണ്ട്. ഈ പടത്തിൽ അവളുടെ ചുറ്റും 10 പേരുണ്ട്. പിന്നെയും ആൾക്കാർ പിന്നിലുണ്ട്, ഫ്രെയിമിൽ പെടാതുണ്ട്. കൂർത്തു കുത്തിപ്പറിക്കുന്ന നോട്ടം, കൊന്നു തിന്നാൻ കൊതിച്ചുള്ള നിൽപ്പ്. ഈ പടം കഴിഞ്ഞ് 5 നൂറ്റാണ്ടിനൊത്ത മീശയും പേശിയും തോക്കും ഉദ്ധരിക്കുന്ന ലാത്തിയുമായി 5.5 പതിറ്റാണ്ടു പോയിട്ടും ഇന്ന് ഞാൻ ഈ വരികൾ എഴുതും പുല്ലുപോലുള്ള നേരം വരേക്കും. ഈ പടത്തിൽ അവൾ ഒഴിച്ചുള്ള ഒരൊറ്റ നിൽപ്പാണ് അനക്കമില്ലാതെ. ഈ പടത്തിൻ്റെ ഒത്ത നടുക്ക്, ഈ പടത്തിൻ്റെ ഒത്ത നടുക്ക് കൊണ്ടു നിർത്തിയ സ്റ്റേഷൻ്റെ മുന്നിൽ കൊച്ചു പെണ്ണവൾ നിന്നിടം കാണാദൂരമായി തുറക്കുന്ന വാതിൽ. ആ പടം നമ്മുടെയൊക്കെ ഹൃദയഭിത്തിയിലുണ്ട്. ഓർമ്മയാണ് സകലതും എന്ന ഈ കവിതയിലെ വരി പോലെ തന്നെ ഓർമ്മയാണ് ചിലപ്പോൾ കവിതയും. മഹാകാവ്യങ്ങൾക്കപ്പുറം വേണ്ടത് ഈ കവിതകൾ തന്നെയാണ്. രാമമാഷ്, ഞാൻ വായിക്കാൻ എൻ്റെ കവിത ഒന്നും ഇതിൽ നോക്കിയിട്ട് പെട്ടെന്ന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വായിക്കുന്നത് അത് ഈ വേദിയിൽ അനുയോജ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കവിതയുടെ വായനാ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് പഴയൊരു കവിതയുടെ മലയാള പരിഭാഷയാണ്. അതിൻ്റെ മലയാളം എൻ്റെയാണ്. ഈ കവിതയ്ക്ക് വേറെയും പരിഭാഷ മലയാളത്തിലുണ്ട്. ഇത് വൈൽഡ് സ്വാൻസ് ഓഫ് കൂൾ, ബാലേന്ദ്രൻ ചുള്ളിക്കാട് രാജഹംസങ്ങൾ എന്നുള്ള പേരിൽ മലയാളത്തിലാക്കിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള പരിഭാഷയാണ്. ഇത് എൻ്റെ ഒരു വായനയാണ്. ഇങ്ങനെയാണ് കവിത 100 കൊല്ലം മുമ്പ് എഴുതിയൊരു കവിത എങ്ങനെയാണ് ഇപ്പോൾ വായിക്കുന്നത്, എങ്ങനെയാണ് വലിയ കവിതയാവുന്നത്, ഇങ്ങനെയാണ് വലിയ കവിതയാവുന്നത് ഞാൻ വിചാരിക്കുന്നു. എഴുതിയും അതിനെക്കുറിച്ച് ആലോചിച്ചും ഒക്കെയാണ്. ഇത് 100 കൊല്ലം മുമ്പ് W.B. യേറ്റ്സ് എഴുതിയ ഒരു കവിതയാണ്. ഞാൻ വായിക്കാം. അതിൻ്റെ ഒരു മലയാള പരിഭാഷയാണ്. പരിഭാഷ എൻ്റേതാണ്. കൂളിലെ കാട്ടരയന്നങ്ങൾ. വൃക്ഷങ്ങൾ ശരൽ ഭംഗിയിൽ, കാട്ടുപാതകളോ വരണ്ടവ,
നിശ്ചലാകാശം നിഴലിക്കും ജലം ഒക്ടോബർ സാന്ധ്യകാന്തിയിൽ കല്ലുകൾക്കിടെ ഏന്തി നിൽക്കുന്ന വെള്ളത്തിൻ്റെ പരപ്പിന്മേൽ എണ്ണി ഞാൻ കാട്ടരയന്നങ്ങളെ 9 പിന്നെ 50. ആദ്യം ഞാനിവ എണ്ണി ഇന്നേക്ക് 19 ശരൽക്കാലം. എണ്ണിത്തീർക്കും മുമ്പെല്ലാം പെട്ടെന്ന് പൊങ്ങി മേലേക്ക് കണ്ടു ഞാൻ. പടപടേ ചിറകടിച്ചു കൊണ്ടവ മുഖരിതമാക്കി ഉയർന്നു പോയി. പൊട്ടിയ പെരും വലയങ്ങളായി വട്ടം ചുറ്റിച്ചിതറിപ്പോയി. ഉജ്ജ്വലിക്കുമാ ജീവിയെ ഇന്നു നോക്കുന്നു നൊന്ത ഹൃത്തോടെ. ഞാനീ തീരത്ത് സാന്ധ്യകാന്തിയിൽ ആദ്യമായൻ തലയ്ക്കുമേൽ ചിറകടി മണിനാദം കേട്ടുകൊണ്ടലസം ലാഘവ ചുവടുമായി മെല്ലെ നീങ്ങിയ നാളിൽ നിന്നും ഇന്നെല്ലാം എത്രയോ മാറിപ്പോയി. കൂട്ടുകൂടാനിണങ്ങിയ തണുനീർക്കുത്തിൽ തെല്ലും കുഴയാതെ ഇപ്പോഴും ഇണയായി ചേർന്നവ തുഴയുന്നു, പൊങ്ങിപ്പാറുന്നു. ഹൃദയത്തിനവക്കില്ല വാർദ്ധക്യം, തഴുകി നിൽക്കുന്നുണ്ടെന്നെന്നും. ഉള്ളിനാവേശം ഉത്സാഹം അലഞ്ഞെങ്ങുമേത്താം അവക്കിന്നു. നിശ്ചലമാമി വെള്ളത്തിലവ ഇപ്പോഴും ഒഴുകിയിടുന്നു. സുന്ദരം നിഗൂഢാത്ഭുതകരം എങ്കിലും പിന്നീടെപ്പോഴോ ഞാനുണരുമ്പോൾ കണ്ടെത്തും അവ പാറി ദൂരേക്കു പോയതായി. ഏതു പൊയ്കതൻ തീരത്തെ ഓടപ്പുൽക്കാട്ടിൽ കൂടുവെച്ചിടും. ഏതൊരാളുടെ കണ്ണുകൾക്കവ മേലിലും കുളിരേകിടും. ഇതാണ് കവിത. അപ്പോൾ ഗാസയിൽ നിന്ന് ഒരു കവി എഴുതുമ്പോൾ ഇങ്ങനെയല്ല എഴുതുക എന്ന് നമ്മൾ കൃത്യമായിട്ട് ഉള്ള ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു ഭാഷ മാത്രം. അതെ. റഫീഖ കൂടി ഒരു ചെറിയ കവിത ചൊല്ലിയാൽ 1-2 ചോദ്യങ്ങളിലേക്ക് പെട്ടെന്ന് കിടക്കാം. സമയം തീർന്നു. ഞാനതൊരു പുതിയ കവിതയൊന്നുമല്ല, അതിങ്ങനെ ഇതിലിങ്ങനെ തിരഞ്ഞപ്പോൾ കിട്ടിയൊരു കവിതയാണ്. അത്ര വളരെ പെട്ടെന്ന് വായിക്കാം. പിന്നെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു 100 വർഷം കഴിഞ്ഞാലും നമ്മുടെ ഭാഷയും മലയാള ഭാഷയും മലയാള കവിതയും നിലനിൽക്കുമെന്നുള്ളൊരു പ്രത്യാശ വളരെ സന്തോഷത്തോടുകൂടി ഉൾക്കൊള്ളുകയാണ്. 2 വനങ്ങൾ എന്നുള്ളതാണ്. ഒന്ന്, ഒരു വനം ഹരിതങ്ങളിൽ നീലയിൽ കനകനൂലിഴ കോർക്കുന്നു പുലരിയിൽ. ജലമതിൻ്റെ സുതാര്യമാം പുഞ്ചിരി, ഇലയതിൻ്റെ തൊടാനുള്ളൊരുൾക്കുതി. നിഴലുകൾ രാക്കടലിൽ വീശാനുള്ള വലകൾ കേടുതീർക്കും മരച്ചോടുകൾ. നനവണിഞ്ഞ പുൽത്തിട്ടുകൾ, പലതരം നിറവും ഗന്ധവും പിണയുന്ന പരിസരം. ഒരു നടുക്കമാണെന്നാലും ഈ വനം. പിറകെ അമ്പു വരുന്ന പോലെന്തിനോ കുതികുതിക്കുന്നു പേടിമാൻ പറ്റങ്ങൾ. ഞൊടിയിൽ ഞെട്ടിപ്പിടഞ്ഞു പറക്കുന്നു ചിറകുനീർത്തി ഭയപ്പെട്ട പക്ഷികൾ. പതിയെ കാറ്റൊന്നനങ്ങുക കാരണം ഇളകി ആകെ കടന്നലിൻ കൂടുകൾ. വെറുതെ ഞെട്ടിത്തിരിയും മുയലുകൾ, വഴുതി തിരഞ്ഞിടും പാമ്പുകൾ. വിറകലർന്നോരിയിട്ടു പായുന്നവർ, ഇലമറഞ്ഞ് പകച്ചു നോക്കുന്നവർ. നനവുദിക്കുന്ന തുമ്പിക്കരം നീട്ടി അപകടങ്ങൾ മണക്കുന്നൊരൊറ്റയാൻ. അതിലുമേറെ വിരണ്ടവൻ ഒരുവരും എതിരിടാനില്ല എങ്കിലും സിംഹവും
അതിലുമേറെ വിരണ്ടവൻ ഒരുവരും എതിരിടാനില്ലയെങ്കിലും സിംഹവും. 2. മറുവനം അതീ നഗരമധ്യത്തിലാണ് അതിസുരക്ഷിതം ഭദ്രം സജാഗരം. ഇരുളിൻ ഓരോ തുരുമ്പും തുടച്ചെടുത്തവിടെ വെട്ടമുലാത്തുന്നു ചുറ്റിലും. ശിലകളാൽ തടുത്താളുയരത്തിലുണ്ടവിടെ വന്മതിൽ, അനുമതിയില്ലാതെ കയറുവാൻ കഴിയില്ലതിൽ കാറ്റിനും. കഥ ഇതെങ്കിലും ചകിതമാണൊക്കെയും നിശിതമായി മുനകൂർപ്പിച്ച ബയണറ്റുമിഴികൾ, ഗന്ധം പിടിക്കുന്ന യന്ത്രങ്ങൾ, ഇരുളരിച്ച് ഉറക്കമൊഴിച്ചതിൽ ചറപറ നടക്കുന്ന പോരാളികൾ, ഇലയനങ്ങുന്നിടത്തേക്ക് ചാടി വീണ് ഉടനെയെത്തുന്ന കാവൽ കിതപ്പുകൾ. പെരിയ നാടുകൾക്കുടയവർ വരികയാണവിടെ ഉള്ളിൽ വിരണ്ടും നടുങ്ങിയും. പെരിയ നാടുകൾക്കുടയവർ വരികയാണവിടെ ഉള്ളിൽ വിരണ്ടും നടുങ്ങിയും. നന്ദി 3 പേർക്കും. ഇനി 1-2 ചോദ്യങ്ങൾ, പെട്ടെന്ന് സമയം തീരുന്നു. മൈക്ക്. ചോദിച്ചോളൂ പെട്ടെന്ന്. എൻ്റെ പേര് പാർവതിയാണ്. ലിറ്ററേച്ചറിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഷാഡോ കാനൻ എന്ന് പറയുന്നത്. ഈ ഷേക്സ്പിയറിൻ്റെ സമയത്ത് മാർലോ ഉണ്ടായിരുന്ന പോലെ. അപ്പോൾ നമ്മൾ മഹാകവി എന്ന് പറയുമ്പോൾ ആരൻറ്റ് വി ഇഗ്നോറിങ് ഇങ്ങനെ ഒരു റേഞ്ച് ഓഫ് കവികൾ ദാറ്റ് ഹാവ് ജസ്റ്റ് ആസ് മച്ച് പൊട്ടൻഷ്യൽ എഴുത്തിലും കവിതയിലും, വെൻ വി കാറ്റഗറൈസ് ജസ്റ്റ് വൺ ഓർ ഫ്യൂ പീപ്പിൾ ആസ് മഹാകവി. അപ്പോൾ മഹാകവി പിറക്കുമോ എന്ന് പറയുമ്പോൾ മഹാകവിയുടെ ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ. യെസ്, അതാണ് നമ്മളിവിടെ സംസാരിച്ചത്, മഹാകവിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഉത്തരം ഏതെങ്കിലും ഒരു പ്രത്യേക കവി പറയണമെന്നുണ്ടോ? നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് തന്നെയാണ്, മഹാകവി ആവശ്യമുണ്ടോ എന്നുള്ളത്. രാമമാഷ് ഒന്ന് കൺക്ലൂഡ് ചെയ്തുള്ളത്. ഞാൻ പറഞ്ഞു നിർത്തിയത് തന്നെയാണ്. ഞാൻ പറഞ്ഞു നിർത്തിയത്, ഈ ഇരിക്കുന്ന ഞങ്ങളെക്കാൾ നാളെ ചിലപ്പോൾ കവിയായിട്ട് അറിയപ്പെടുക ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന ഒരാളായിരിക്കും പറഞ്ഞല്ലോ. അല്ലേ? അത് തന്നെയാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ വർത്തമാനകാലം ചിലപ്പോൾ ചിലരെ കുറച്ചുകൂടി വിസിബിളാക്കും, അത്രയേ ഉള്ളൂ. വർത്തമാനകാലത്തിൻ്റെ വിസിബിലിറ്റിയിൽ വലിയ കഥയൊന്നുമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിൽ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് വള്ളത്തോൾ വലിയ കവിയായിരുന്നു. ആശാൻ ആ കാലത്ത് എനിക്ക് തോന്നുന്നു താരതമ്യേന ചെറിയ കവിയായിരുന്നു. ഒരു ചെറിയൊരു വിവാദമുള്ള ഒരു വിഷയമാണത്, എങ്കിലും പറയാണ്. പക്ഷേ ആശാൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? പിന്നീട് വലിപ്പം കൂടി വന്നു. വള്ളത്തോളിന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തൊരു വലിപ്പം ഒരു കവി എന്നുള്ള നിലയിൽ പിന്നീടുള്ള തലമുറകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. വലിപ്പമില്ല എന്നല്ല ഞാൻ പറയണത്. പിന്നീടുള്ള തലമുറകൾ ആ വലിപ്പത്തെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കവികൾ ചെറുതായി വരും. അപ്പോൾ വിസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിസിബിലിറ്റി ഉണ്ടാവുന്നത് മറ്റ് പല ഘടകങ്ങളും, സാമൂഹ്യ രാഷ്ട്രീയ ഘടകങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് ഒരു കവിക്ക് വിസിബിലിറ്റി വരുന്നത്. ആ വിസിബിലിറ്റിക്ക് അപ്പുറത്താണ് മഹാകവിത്വം. ശരി, റഫീഖ് എന്തോ പറയാനുണ്ടോ? അല്ല, നമ്മൾ പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ ഈ മഹാകവി എന്നുള്ളതല്ല, മഹത്തായ കവിത ഉണ്ടാവുക എന്നുള്ളതാണ്. പുതിയ കാലഘട്ടം ഇങ്ങനെ ഈ വ്യക്തികൾ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. മഹത്തായ ഓരോ പേരുകൾക്കാണ് നമ്മളിന്ന് പ്രാധാന്യം കൊടുക്കുന്നത്. പേരുകളാണ് വിപണിയിൽ വിൽക്കപ്പെടുന്നത് ചെയ്യുന്നത്. അതിനപ്പുറത്ത് കവിതയ്ക്ക് മഹത്വം ഉണ്ടാകുന്ന മഹത്തായ കവിത ഉണ്ടാകുന്ന ഒരു കാലത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഒരു ക്ഷമാപണം ചോദിക്കുകയാണ്. ഈ രാമനെയും പിന്നെ അനന്ത തമ്പിയൊന്നും കവികളെ ഞാൻ ഇതുവരെ അറിയാതെ പോയല്ലോ എന്ന്. അപ്പോൾ കവിതയും ഒരു കാലത്തും മരിക്കില്ല എന്നുള്ളതിൻ്റെ ഇതാണ്. പിന്നെ റഫീഖിനോടെയാണ് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്. കവിത എഴുതുമ്പോഴാണോ അതോ സിനിമാ ഗാനം എഴുതുമ്പോഴാണോ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത്? കാശല്ല, സന്തോഷം. രണ്ടും അത്ര സന്തോഷമുള്ളൊരു പണിയല്ല. കാരണം കവിത എഴുതുക എന്നുള്ളത് പിന്നെ അത് ഒരു ജോലിയായിട്ട് വരുന്നില്ല. അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അതിന് രക്ഷപ്പെടാനൊക്കെയാണ് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതൊരു ഞാൻ അങ്ങനെ ഒരു കവിത എഴുതാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് എഴുതുന്ന ഒരാളുമല്ല. അങ്ങനെ അത് സ്വയം നിർബന്ധിതനാകുമ്പോൾ എഴുതുന്നതാണ്. പാട്ട് ഇപ്പോൾ പാട്ടിലേക്ക് വന്നതിൻ്റെ ഒരു സാഹചര്യങ്ങളൊക്കെ വേറെയാണ്. ഞാൻ അങ്ങനെ അതും ഇതുപോലെ ആഗ്രഹിച്ചു വന്നതൊന്നുമല്ല. പക്ഷെ അതൊരു തൊഴിൽപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അത് അവർ പറയുമ്പോൾ എഴുതി കൊടുക്കുന്നു. അതിന് ഈ പറഞ്ഞ പോലെ ഇതിനേക്കാളും പൈസ കിട്ടും. അതുകൊണ്ട് നമ്മൾ ആളുകൾ അറിയുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ആരും
അത്ര അറിഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള സന്തോഷം പാട്ടെഴുതുമ്പോൾ ഉണ്ട്. പിന്നെ നമ്മളറിയാതെ ഈ ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം, ഒരു എഴുത്തുകാരനൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പോൾ കവിത വായിക്കുമ്പോൾ താഴെ അത് കവിത റഫീഖ് അഹമ്മദിൻ്റെ കവിത അതിപ്പോൾ ഇത്ര, അപ്പോൾ അങ്ങനെ വിചാരിക്കും. മറ്റേത് ഈ പാട്ട് കേൾക്കുന്ന ആൾ ആരെഴുതിയതാണ് എന്താണെന്നൊന്നും അറിയില്ല, പാട്ട് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ അത് തരക്കെടില്ലല്ലോ ഈ പാട്ട്, പിന്നെയാണത് എഴുതിയ ആളാരാന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ അതുകൊണ്ടുള്ള സന്തോഷം പാട്ടെഴുതുമുണ്ട്. അല്ല, മരണമെത്തുന്ന നേരത്ത് പിന്നീട് സിനിമയിൽ വന്നപ്പോഴാണ് അത് ഹിറ്റായത്. അതൊരു കവിതയായിരുന്നു. ചോദ്യം ഉണ്ടോ പെട്ടെന്ന്? ഹെഡിങ്ങിനോട് നീതി പുലർത്തിയ ഒരു ചോദ്യമാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയൊരു മഹാകവി പിറക്കുമോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം ഒറ്റവാക്കി തീർക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷക്കാരനോട് ഞാൻ ചെന്ന് ചോദിക്കുകയാണ്, ഒരു മഹാകവി ഇവിടെ ഉണ്ടല്ലോ കുടശനാട് എന്ന് പറയുന്ന സ്ഥലത്ത്, അദ്ദേഹത്തിൻ്റെ സ്ഥലം വരുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്നിലധികം കവിതകൾ രചിച്ചയാളാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോക്കാരൻ എന്നോട് പറയുകയാണ്, ഒന്നിലധികം മഹാകവികൾ രചിച്ച ആരെങ്കിലും ജീവിച്ചിരിക്കാനായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, അറിയാമായിരുന്നുവെങ്കിൽ ഞങ്ങളത് പറയുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഒന്നിലധികം മഹാകാവ്യങ്ങൾ എഴുതിയ ഒരാളെ എനിക്കറിയാം, അദ്ദേഹം വർഗീസ് ശക്തിമംഗൽ എന്ന് പറയുന്നയാൾ. 70 വർഷം അദ്ദേഹം സാഹിത്യ പ്രവർത്തനത്തിൽ ബുദ്ധൻ, കൃഷ്ണൻ, ക്രിസ്തു എന്ന് പറയുന്ന ഇത് വെച്ച് പഠനങ്ങൾ നടത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം തന്നെ സ്വയം വിശേഷിപ്പിക്കുന്ന മഹാകവി വർഗീസ് ശക്തിമംഗലം എന്നാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ 10-18 കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 2 അദ്ദേഹം മഹാകാവ്യം എന്ന് പറഞ്ഞ പേരിലാണ്. ഒന്ന് വിശ്വഗീത എന്ന് പറഞ്ഞൊരു മഹാകാവ്യവും ജ്ഞാനോദയം എന്ന് പറഞ്ഞ് മറ്റൊരു മഹാകാവ്യവും. അത് കഴിഞ്ഞ് മറ്റൊരു മഹാകാവ്യം തുടങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ അടുത്ത് ചെല്ലുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തപ്പോൾ അവസാനം അത് പൊതുജനമധ്യത്തിൽ എത്തണമെങ്കിൽ കാസറ്റുകളിലോ യൂട്യൂബ് വഴിയോ പറ്റുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് 11 അധ്യായമായിട്ട് അത് ഇന്ന് യൂട്യൂബിനകത്തുണ്ട്. ഇപ്പം ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ്. മഹാകവികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന് 86 വയസ്സോളം ഉണ്ട്. അദ്ദേഹം ഇന്നോ നാളെ മരിക്കുമെന്ന് നമുക്കറിയില്ല. ഏതായാലും മഹാകവികൾ മരിക്കുമോ എന്നുള്ളൊരു സംശയത്തിന് മുമ്പിൽ ഇതുപോലെ അനേകം മഹാകവികളുണ്ടല്ലോ. സർഗബന്ധോ എന്ന് തുടങ്ങുന്ന മഹാകാവ്യ ലക്ഷണപ്രകാരമുള്ള മഹാകാവ്യ വിലയിരുത്തലിന് പകരം കുറെ കൂടി വിശാലമായ രീതിയിലുള്ള മഹാകാവ്യങ്ങളെയും കവികളെയും കണ്ടെത്തേണ്ടതാണോ അല്ലയോ എന്ന് അറിയാൻ. തീർച്ചയായും ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് എന്തായാലും മഹാകാവ്യങ്ങളും മഹാകവികളും ഒന്നും ഉണ്ടായില്ലെങ്കിലും നല്ല കവിതകൾ ഉണ്ടാകട്ടെ, മഹത്വമുള്ള കവിതകൾ സംഭവിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം, പ്രതീക്ഷിക്കാം. നന്ദി.